അപ്പം വെൽക്കം ബാക്ക് വീക്കാൻ ടോക്ക്. അപ്പോൾ ഇന്ന് നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരാവൂരല്ല എടത്തൊട്ടി കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ്. അവിടെ എന്താ കാര്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ്. റോഡ് സൈഡിൽ തന്നെ ഒരു ഹണി ട്രീ. ഇതിന് പേര് തന്നെ ഇപ്പോൾ ഈ നാട്ടുകാർ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചാൽ മതി ഹണി ട്രീ എവിടെയാണെന്നുള്ളത്. ഇതിനിങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് തേനീച്ചകളുണ്ട്. ഇവിടെ ഈ ഒരു മരത്തുമ്മ തന്നെ മാത്രം കാട്ടുതേനാണ്, അത് വളർത്തുന്നതൊന്നുമല്ല. കാട്ടുതേനും കാര്യമായിട്ട് സ്വന്തമായിട്ട് 25-26 കൂട് ഓൾറെഡി ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ നാട്ടുകാർക്കിനെ കൊണ്ട് ഉപദ്രവമുണ്ട്. കാരണം രാവിലെ സമയത്തൊക്കെ പിന്നെ ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഈ പരുന്തും കാര്യമൊക്കെ വന്ന് വീണിട്ട് ഒരുപാട് ആൾക്ക് തേനീച്ച കുത്തിയിട്ടുണ്ട്. 2 അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോഡും കാര്യം കാണിച്ചാൽ ഇത് നമ്മൾ എടത്തൊട്ടി കോളേജിൻ്റെ കുറച്ച് മേലെ കുന്നിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എടത്തൊട്ടി കോളേജിൻ്റെ ഈ ഒരു റോഡിനാണ് വരുന്നത്. ഈ ഒരു റോഡിൻ്റെ അടുത്ത് ഒരു ബോർഡുണ്ട്, അതിൻ്റെ അടുത്താണ് ഈ ഒരു മരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരം. ഓക്കെ, ഞാൻ വന്നത് ഇപ്പോൾ പിന്നെ വൈകുന്നേരം സമയമായിട്ട് ലൈറ്റ് വല്ലാണ്ട് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് അത്ര ഇതായിട്ട് കാണില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വീഡിയോയിൽ കാണില്ല, നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് കാണില്ല. ഞാൻ കുറച്ച് സൂമിങ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ഒരുപാട് ഈ മരത്തിൻ്റെ മേലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ തേനീച്ച കൂടുകളൊക്കെ ഫുള്ള് ഒരുപാട് തേനീച്ച പിന്നെ കൂട് കെട്ടിയിട്ട്. ശരിക്കും ഈ ഒരു മരത്തിന് പേരെന്നെ വന്നിട്ടില്ല ഹണി ട്രീ എന്നാണ്. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ മരത്തിൻ്റെ പേര് ഹണി ട്രീ എന്ന്. അപ്പോൾ അത്ര മാത്രം ഈ നാട്ടിൽ ഫേമസ് ആണെങ്കിൽ ഈ ഒരു മരത്തിന് ഉണ്ടാണ്ടില്ലേ. പിന്നെ ഇതുപോലെ ഇരട്ടിയിലൊക്കെ ഉണ്ട് ഹണി ട്രീ എന്നാണ്. ഹണി ട്രീ എന്ന് വരാൻ കാരണം ഈ ഒരു ശരിക്കും ഒരു പൂളം വരാൻ തോന്നുന്നത്. ഇതിൻ്റെ മേലാണ് ഇങ്ങനെ തേനീച്ച ഇങ്ങനെ കൂട് കെട്ടിയിട്ടുള്ളത്. ഒരുപാട് തേനീച്ച കൂടുകളുണ്ട്, 1, 2 ഒന്നുമല്ല, 10-25 മേലയിൽ തേനീച്ച കൂടുകളുണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ വരുന്നവർ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് കാണാൻ നോക്കാം. അപ്പം ഞാനിപ്പോൾ വന്ന് ഈ നാട്ടുകാരനാണ് ഇപ്പോൾ ഇയാൾ. അപ്പോൾ ഇവർ വന്നിട്ട് എന്നോട് എന്തായിട്ട് ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞിട്ട് മൂപ്പർ പറഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇലകളൊന്നും കാണില്ല. ശരിക്കും ഇപ്പോൾ കുറവാണ് ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ. ഇതിൽ 200-ന് മേലെ ഈ നാട്ടുകാരൻ പറയുന്നതാണ്. ഞാൻ 25-50 ഞാൻ കേട്ടത്. പക്ഷേ ഈ നാട്ടിലുള്ള ആളെന്നെ കേൾക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അയാളെ വീട്. മൂപ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ 200 മുമ്പിലുള്ള വീട്ടുകാരൻ പറയുന്നത് 200 മേലെ കൂടുണ്ടാവും, ചപ്പുകളൊന്നും ഉണ്ടാവില്ല. ഫെബ്രുവരി മാസത്താണ് സാധാരണ ഇത് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ വരുന്നവർ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ സ്ഥലങ്ങളും സംഭവങ്ങളുണ്ട് നമ്മൾ അറിയാത്ത. അപ്പോൾ അടുത്ത നല്ല വേറൊരു സംഭവം നമ്മൾ നാട്ടിൽ തന്നെയുള്ള അടുത്തായിട്ട് ഞാൻ വരാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും സജഷനോ കാര്യം വേറെ നിങ്ങളുടെ നാട്ടിലെല്ലാം ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിക്കുക. കാരണം രസമല്ല, ഈ നാട്ടിൻ്റെ അടുത്തുള്ളവർക്ക് ഈ ലോക്ക്ഡൗണും ടൈമല്ലാണ്ട് ആരും ദൂരെ എവിടെയും പോകുന്നില്ല. അവർക്കൊക്കെ ഈ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള നല്ലൊരു കാര്യമാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. വൈൻഡ് അപ്പ്.